നമസ്കാരം. വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കട്ടെ, അത് അവരുടെ സംസ്കാരം. കുളി കഴിഞ്ഞ ആന സുന്ദരനായി നടന്നു വരികയാണ്. ചെളിയിൽ മുങ്ങി നിൽക്കുന്ന പന്നി നാറ്റമുണ്ടായിരുന്നു. എങ്കിലും കുളിച്ചു നിൽക്കുന്ന ആനയെ നോക്കി, തലയെടുപ്പുള്ള ആനയെ നോക്കി വിമർശിച്ച് കൂവി നോക്കി. ആന അനങ്ങിയില്ല. ആക്ഷേപിച്ചു, വിമർശിച്ചു, അധിക്ഷേപിച്ചു, പരിഹസിച്ചു, ഒന്നും മിണ്ടാതെ ആന നടന്നുപോയി. ഈ വാർത്ത അറിഞ്ഞ ആനക്കുഞ്ഞുങ്ങൾ ചോദിച്ചു, എന്തേ കാലുകൊണ്ടൊരു തട്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ തുമ്പിക്കൈ കൊണ്ടൊരു അടി കൊടുക്കാൻ വയ്യായിരുന്നോ എന്ന്. ആന പറഞ്ഞു, ഞാൻ വൃത്തിയായിട്ട് കുളിച്ചു വരുന്നവനാണ്, അവനോ നാറ്റമുള്ള ചേറ്റിൽ കിടന്നു വരുന്നവനാണ്. കാലുകൊണ്ട് തട്ടിയാലും തുമ്പിക്കൈ കൊണ്ട് തട്ടിയാലും നാറ്റം എന്നിലേക്കും പകരും, ചെളി എന്നിലും പുരളും. അതുകൊണ്ട് പലരും പലതും നമുക്ക് ചുറ്റും നിന്നും ഒറ്റപ്പെടുത്തിയും പുറകിൽ നിന്നും മുന്നിൽ നിന്നുമൊക്കെ പറയുകയും വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യും. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അവരുടെ അവസ്ഥയിലേക്ക് തരം താഴാൻ നമുക്കാകില്ലല്ലോ. Download ShareChat.